ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും ദ സി ഓഫ് നോളജിലേക്ക് സ്വാഗതം. ഞാൻ റനും വേണം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മ്യൂസിക് റിയാക്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു എഫക്റ്റ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ അത് ഓളിൽ ഇടുകയും ചെയ്യുക. അങ്ങനെ ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ന്യൂ കോമ്പോസിഷൻ ഓപ്പൺ ആക്കാം. നമുക്ക് ജസ്റ്റ് നെയിം മ്യൂസിക് റിയാക്ടർ എന്ന് കൊടുക്കാം. ഓക്കെ, ഫ്രെയിം നമുക്ക് 30 കൊടുക്കാം. ഡയറക്ഷൻ 2 മിനിറ്റും ഫ്രെയിം 30 കൊടുക്കും. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ കൊടുക്കും. ഇതിലേക്ക് നമുക്കൊരു ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. നെയിം ജസ്റ്റ് നമുക്ക് PG കളർ എന്ന് കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തു, ഓക്കെ കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ഒരു എഫക്റ്റ് ആവശ്യമുണ്ട്. പ്രീസെറ്റ് ചെയ്യുന്ന 4 കളർ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. ഈ എഫക്റ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു കളറ് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വേറൊരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യാം. ക്യാമറ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. ഈ എഫക്റ്റാണ് ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതിൻ്റെ ബ്ലർ റേഡിയസ് നമുക്ക് ഒരു 250 ആകാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് ജസ്റ്റ് ഒരു 5 ആക്കിയിടും. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. നെയിം ജസ്റ്റ് മ്യൂസിക് റിയാക്ടർ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അതുപോലെ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കൺട്രോൾ ആൻഡ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇത് കറക്റ്റ് സെൻട്രലായിട്ട് നമ്മളൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടും. കൺട്രോൾ പ്ലസ് ആൻഡ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഈ മാസ്കിൽ നാടിൽ വന്നിട്ട് നന്നാക്കി വിടുക. ഓക്കെ, നമുക്ക് ഇനി ഇപ്പോൾ ഇതിലേക്ക് ഒരു എഫക്റ്റ് ആവശ്യമുണ്ട്. അത് ഓഡിയോ സ്പെക്ട്രം എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു എഫക്റ്റാണ്, അത് നമുക്ക് ഈ ഒരു ലെയറിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു മ്യൂസിക്, ഏതെങ്കിലും ഒരു മ്യൂസിക് വേണം. നമുക്ക് അതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സോങ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ മ്യൂസിക് നേരെ ടൈമർ ലൈനിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അതിന് നമ്മൾ മ്യൂസിക് റിയാക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ വന്നു. ഇവിടെ നമ്മൾ ഈ ഓഡിയോ ലെയർ എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത മ്യൂസിക് സെലക്ട് ചെയ്യണം. മൂന്നാമത് കിടക്കുന്ന മ്യൂസിക് നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഫീൽ ഇതിലേക്ക് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഈ പാത്ത് എന്നുള്ളിടത്ത് നമ്മൾ മാസ്ക് ആഡ് ചെയ്യാം. നമുക്ക് കാരണം ഈ VG ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു 35 ആക്കി ഇടാം. ഓക്കെ, ഇവിടെ നമ്മൾ എൻഡ് ഫ്രീക്വൻസി ഒരു 300 ആക്കി ഇടാം. പിന്നെ ഫ്രീക്വൻസി ബാൻഡ് നമുക്കൊരു 150 ആക്കാം. മാക്സിമം ഹൈറ്റ് നമുക്ക് ഒരു 750 ആക്കി വിടാം. തിക്കൻസ് 10 ആക്കി വിടാം.
സോഫ്റ്റ്നെസ് നമുക്ക് 0 ആക്കിയിടാം. ഈ ഫ്രീക്വൻസി ബാൻഡ് നമുക്ക് 100 ആക്കാം. പ്ലേ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഈ സൈഡ് ഓപ്ഷൻ നമുക്ക് ബി ആക്കി വിടാം. കളർ നമുക്ക് ജസ്റ്റ് ആയിട്ട് വേറെ കളർ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈഡ് ഓപ്ഷൻ നമുക്ക് ബി ആക്കി. ഇപ്പോൾ നമുക്ക് ഇന്നിൽ ഉള്ള ആ ഫ്രീക്വൻസി വേരിയേഷൻ ഇല്ല. ഇപ്പം ഒരു സൈഡിലേക്ക് മാത്രമേ ഫ്രീക്വൻസി. ഈ എൻ്റെ ഫ്രീക്വൻസി നമുക്ക് 400 ആക്കിയിട്ട് ഹൈറ്റ് നമുക്കൊരു 1200 ആക്കി വിടാം. പിന്നെ ഫ്രീക്വൻസി ബാൻഡ് നമുക്കൊരു 130 ആക്കി വിടാം. 130 ആക്കി വിടാം. ഓക്കെ, ഞങ്ങൾക്ക് ഇതിലേക്ക് ഒരു എലിപ്സ് ടൂൾ യൂസ് ചെയ്ത് ഒരു മാസ്ക് കൂടെ ഒരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അലൈൻ ചെയ്യാം. പിന്നെ അതിന് ജസ്റ്റ് ഫില്ല് നമുക്ക് നൺ ചെയ്യാം. ഓക്കെ, സ്ട്രോക്ക് നമുക്കൊരു 4 ആക്കി വിടാം. ഓക്കെ, ഇനി നമുക്ക് ഈ മ്യൂസിക് എഫക്റ്റിലേക്ക് നമുക്ക് ഒരു എഫക്റ്റ് ആവശ്യമുണ്ട്. എഫക്റ്റ് ഫ്രീക്സ് ചെയ്യുന്ന 4 കളർ എന്നുള്ള അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. കളർ നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്തെടുക്കാം. റെഡ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ബ്ലൂ ആക്കിയിട്ട് പിന്നെ നമ്മൾ യെല്ലോ ആക്കി. ഇതിലേക്ക് നമുക്ക് വേറെ എഫക്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഗ്ലൗ എന്ന എഫക്റ്റാണ് ഇത്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കിതിൽ ഗ്ലോ ത്രെഷോൾഡ് എന്നുള്ളത് നമുക്കൊരു 30 ആക്കാം. ഗ്ലോ റേഡിയസ് എന്നുള്ളത് നമുക്കൊരു 50 ആക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു CD ഇമേജാണ് ഇത്. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. സൈസ് നമുക്ക് കുറയ്ക്കാം. അതിനാക്കി അതിനുശേഷം നമുക്കിതിൻ്റെ റൊട്ടേഷൻ എടുക്കാം. അതിനുശേഷം നമുക്കിവിടെ റൊട്ടേഷൻ്റെ ടൈമർ ഓൺ ചെയ്യാം. അത് എൻഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് ഒരു മ്യൂസിക് റിയാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.